മാതൃപുണ്യം തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ വീടുകളിൽ നാം സുരക്ഷിതരായി ഉറങ്ങുമ്പോൾ അവർ അങ്ങ് അതിർത്തിയിൽ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു. കണ്ണു ചിമ്മാതെ എന്നും ഇന്ത്യൻ ജനതയ്ക്കായി ഉണർന്നിരിക്കുന്നു. മഞ്ഞുമലകളും പാറക്കെട്ടുകളും കയറിയിറങ്ങിയാണ് ഈ യാത്ര. ഇടയ്ക്കിടെ പട്ടാളക്കാരുടെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു. യാത്ര പല വഴികളിലേക്ക് തിരിഞ്ഞു. ശത്രു ഒളിഞ്ഞിരിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് പട്ടാളക്കാർ മുന്നറിയിപ്പ് നൽകി. മരണത്തിന്റെ മുനമ്പിലൂടെ ഒരല്പസമയം കടന്നു പോകുന്നത് പോലെ മരണഭയം ഓരോ നിമിഷവും ഭയപ്പെടുത്തി കൂട്ടുവന്നു. നമ്മുടെ സൈനികർ ഈ മരണമുഖത്തു നിന്നാണ് രാജ്യം കാക്കുന്നത്. 0 ഡിഗ്രിയിൽ താഴെയുള്ള തണുപ്പിൽ ചവിട്ടിയാണ് കാവൽ നിൽക്കുന്നത്. ഒന്ന് നന്നായി ശ്വസിക്കാൻ പോലും കഴിയില്ലിവിടെ. ഓക്സിജൻ പോലും കുറവ്. ഈ കാലാവസ്ഥ തന്നെയാണ് നമ്മുടെ സൈനികരുടെ ഏറ്റവും വലിയ ശത്രു. പക്ഷേ കണ്ണു ചിമ്മാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് നമ്മുടെ സൈന്യം എപ്പോഴും. കാരണം കോടിക്കണക്കിന് ഭാരതീയരുടെ ജീവൻ തങ്ങളുടെ സംരക്ഷണയിലാണെന്ന് അവർക്കറിയാം. സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി ഉയരെ വെൺചാമരം വീശുന്ന മേഘങ്ങൾക്കും സിന്ധുവെന്ന മഹാനദി ഒഴുകുന്ന മടിത്തട്ടിനുമിടയിൽ ഒരു പർവ്വത പ്രദേശമുണ്ട്. അതാണ് കാർഗിൽ, ഇന്ത്യയുടെ സുപ്രധാന കാവൽമാടം. 100 കോടിയിലധികം വരുന്ന ഇന്ത്യൻ ജനതയുടെ സുരക്ഷയ്ക്കായി നമ്മുടെ സൈനികർ കണ്ണു ചിമ്മാതെ കാവലിരിക്കുന്നയിടം. ഈ യാത്ര ചെന്നെത്തിയത് മേജർ രവിയുടെ മലയാള ചിത്രമായ കുരുക്ഷേത്രയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. കാതിലെപ്പോഴും മുഴക്കങ്ങൾ വന്ന് വീണുകൊണ്ടിരുന്നു. വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല. മരണം പതിയിരിക്കുന്ന ഈ താഴ്വാരങ്ങളിലും മലമടക്കുകളിലും ഇന്ത്യൻ സൈനികരെ പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരായ മറ്റു ചിലർ കൂടി എത്തിയിരുന്നു. നമ്മുടെ പ്രിയ ലാലേട്ടൻ, ബിജു മേനോൻ, സിദ്ദിഖ്, മണിക്കുട്ടൻ, അങ്ങനെ ഒരുപാട് പേർ. നീണ്ട ഷൂട്ടിങ്ങിനായി ഇത് ആദ്യ തവണയാണ് ഒരു മലയാള സിനിമാ ചിത്രീകരണ സംഘം കാർഗിലിൽ എത്തിയത്. ഔദ്യോഗിക ജീവിതത്തിലും കാർഗിലിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മേജർ രവി ഇത്തവണ മറ്റൊരു ദൗത്യവുമായി ഇവിടെ എത്തുമ്പോഴും മനസ്സിലെ ഓർമ്മകൾ മറക്കുന്നില്ല. ഞാൻ യുദ്ധം തുടങ്ങുന്നതിൻ്റെ 2 വർഷം മുന്നേ ഞാൻ കാർഗിൽ പോസ്റ്റിംഗ് ആയിരുന്നു. 97 ഓഗസ്റ്റിലാണ്, സെപ്റ്റംബറിലാണ് ഞാൻ ഈ സ്ഥലം വിട്ടു പോകുന്നത്. 98 ഏപ്രിലിൽ ഞാൻ റിസൈൻ ചെയ്തു. 99 യുദ്ധം വരുന്നു. വളരെയധികം പശ്ചാത്തപിച്ചിട്ടുണ്ട് ഞാൻ എന്തിനു പട്ടാളം വിട്ടു എന്നുള്ളത്. കാരണം എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു, പിന്നെ എല്ലാം നമുക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ല, ഈ കാർഗിൽ യുദ്ധത്തിനകത്ത് ഞാൻ കാണുന്നത് ഒരു ഇൻ്റർനാഷണൽ കോൺസ്പിറസി ആൻഡ് അതിനെ സംബന്ധിച്ചിട്ട് അവസാനം അനുഭവിച്ചത് നമ്മുടെ പട്ടാളക്കാരും ഇന്ത്യക്കാരും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ജനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധം എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് എ സ്റ്റോറി ഓൺ വെൻ ദിസ് humanitarian criteria will be touched and what is a war and what is the impact of that. ഇവിടെ ചിത്രീകരിക്കുന്ന പല ലൊക്കേഷനുകളും താങ്കൾക്ക് സുപരിചിതമാണ്. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ചിത്രത്തിന്റെ ലൊക്കേഷനെ ഇവിടെ നിൽക്കുമ്പോൾ ഐ ഫീൽ അറ്റ് ഹോം. അതാണ് കാരണം. ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളം വിട്ട് പോയതിന് ശേഷവും കാർഗിൽ എനിക്കൊരു നോസ്റ്റാൾജി ആയിരുന്നു. എനിക്ക് ഇതിൻ്റെ ബ്യൂട്ടി, ഇതിൻ്റെ ഒരു സാങ്ക്ടിഫൈഡ് ലുക്ക്, ഒരു വെർജിൻ ലാൻഡ്. കാരണം ഈ മലകളുടെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തോന്നും ഇതിൽ പല സ്ഥലത്തും മനുഷ്യൻ്റെ കാല് പതിഞ്ഞിട്ടുണ്ടാവില്ല. എന്തെങ്കിലും പറ്റുമെങ്കിൽ ഒരു ഹെലികോപ്റ്ററൊക്കെ എടുത്ത് അവിടെ നിന്ന് ലാൻഡ് ചെയ്തിട്ട് വെറുതെ ഒന്ന് കാല് കുത്തിയിട്ട് വരണം എന്നൊക്കെ തോന്നും. ബട്ട് ആഫ്റ്റർ ഓൾ ദിസ് ഈസ് എ പ്ലേസ്
where there is no communal violence, there is no hatredness. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 3 FIR മറ്റേ കാണുള്ളൂ. ദാറ്റ്സ് എ സർപ്രൈസിങ് തിങ്. സോ കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾ വളരെ സ്നേഹമായിട്ട് ജീവിച്ച് പോകുന്ന സിവിലിയൻസും ആർമിക്കാരും തമ്മിൽ ഹെൽപ്പ് ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലമാണ്. സോ ഐ ലൈക്ക് ദിസ് പ്ലേസ് ബിക്കോസ് ഓഫ് ദ കാംനെസ്, ദ പീസ്ഫുൾനെസ്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധാരാളം ജവാന്മാരുണ്ട്. അവരുടെ ഓർമ്മകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പെയിൻഫുൾ. പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ വേദനയുണ്ട് മനസ്സിനകത്ത്, പക്ഷെ അറ്റ് ദ സെയിം ടൈം സന്തോഷമുണ്ട്, അസൂയയുണ്ട്. ഇത് മൂന്നും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇതിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും എന്നെപ്പോലുള്ള കൊളീഗ്സും എന്നെക്കൊള്ള പട്ടാളക്കാരും ഇന്ന് ജീവനോടെ ഇല്ല. അസൂയ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത ആ വീരകൃത്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലോ എന്നിട്ട് അതുപോലെ നമുക്ക് ഒരു വീരമൃത്യു എന്നുള്ളതൊക്കെ അതൊരു പട്ടാളക്കാരൻ്റെ മനസ്സിനകത്തുള്ളതാണത്. എന്ത് തന്നെയായാലും ശരി, ആ വീരമൃത്യു എന്നുള്ളത് ഒരു കിക്കാണത്. അതൊരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കിക്ക് വരും. സോ അതുപോലുള്ളൊരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ really painful that those friends are not who laid their life for our tomorrow, and I remember them, and I want the public also to remember them.